അടിപൊളി ഒരു ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്യാം. ഈ വലിപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പൊട്ടറ്റോ. വെള്ളത്തിലിട്ട് നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്ത പൊട്ടറ്റോ ഇതുപോലൊരു പാനിലിട്ട് വെള്ളം ഒഴിച്ച് 4 മിനിറ്റ് തിളപ്പിക്കണം. 4 മിനിറ്റ് തിളപ്പിക്കണം. 4 മുതൽ 5 മിനിറ്റ് വരെ തിളപ്പിക്കാം വെള്ളത്തിലിട്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കോരി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത് വെന്തോ ഇല്ല. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം വെന്തോ ഇല്ലയെന്ന്. റെഡി ആയിട്ടുണ്ട്. ഞെക്കി നോക്കുമ്പോൾ അത് ഒടിയണം. ആ പരുവത്തിന് നമ്മൾ വാങ്ങണം. ഇത് വാങ്ങി നമ്മൾ നന്നായിട്ട് വെള്ളം തോരാൻ വെക്കണം. ഈ കോരി വെച്ചിരിക്കുന്നത് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കണം. നമ്മളത് ടിഷ്യൂ പേപ്പർ വെച്ചോ നല്ല കോട്ടൺ തുണി വെച്ചോ ആ വെള്ളം എല്ലാം നന്നായിട്ട് തുടച്ച് മാറ്റണം. ഈ പൊട്ടറ്റോയിലേക്ക് 1 സ്പൂണ് കോൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് കോൺ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. അരമണിക്കൂർ നമ്മൾ ഫ്രീസർ വെച്ചിരുന്ന ഫ്രഞ്ച് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ നമ്മളെടുത്ത് പുറത്തെടുത്തു. ഇനി അത് നന്നായിട്ട് എണ്ണ ചൂടാതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇത് ഇട്ട് നോക്കാം. ഇതിൻ്റെ കളറ് മാറി വരുന്നത് നമുക്ക് കാണാം. ആ സമയമാകുമ്പോഴത്തേന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആ സമയം നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും സ്പൈസി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ ഫ്രഞ്ച് ഫ്രൈ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.